കൽപ്പറ്റ കേരള ഗ്രാമീൺ ബാങ്കിനെതിരെയാണ് വലിയ പ്രതിഷേധമുണ്ടാകുന്നത്. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ അക്കൗണ്ടുകളിൽ നിന്ന് EMI ഈടാക്കിയതിൽ പ്രതിഷേധിച്ചാണ് യുവജന സംഘടനകൾ ബാങ്ക് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. DYFI പ്രവർത്തകരും AIYF പ്രവർത്തകരുമാണ് ബാങ്കിലേക്ക് തള്ളിക്കയറിയത്. വലിയ പ്രതിഷേധം അവിടെ നടക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും അവിടെ എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. വലിയ പ്രതിഷേധമാണ്. കാരണം ഇത്തരത്തിലുള്ള ആളുകളുടെ പക്കൽ നിന്ന്, ഈ ദുരന്ത ബാധിതരായി സർവം നഷ്ടപ്പെട്ട ആളുകളുടെ പക്കൽ നിന്നാണ് ഇത്തരത്തിൽ ബാങ്ക് EMI ഈടാക്കുന്നത് എന്നത് വലിയ പ്രതിഷേധാർഹമാണ്. അതിന്റെ നടപടിയായി തന്നെയാണ് യുവജന സംഘടനകൾ ഇപ്പോൾ രംഗത്ത് വരികയും വലിയ പ്രതിഷേധം അവിടെ സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും നിർണായകമായ കാര്യം. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ യുവജന സംഘടനകൾ ഒന്നാകെ ഈ വിഷയത്തിൽ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ് എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു. കൽപ്പറ്റയിലാണ് ഈ സംഭവം ഉണ്ടായി പ്രതിഷേധം ഉണ്ടാകുന്നത് എന്നതും നമ്മൾ കാണണം. കാരണം സർക്കാരിൻ്റെ അടക്കം ഇപ്പോൾ ഒരു ഉന്നതതല യോഗം അവിടെ സർക്കാർ വിളിച്ച് യോഗം അവിടെ ചേരുന്നൊരു പശ്ചാത്തലം എന്നോട് ചേർത്ത് വായിക്കണം. കാരണം സർക്കാർ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു തരത്തിലുമുള്ള വായ്പകൾ അവിടെ ഈടാക്കാൻ പാടില്ല. ആ വായ്പകൾ മുഖ്യമന്ത്രി അല്പം മുമ്പ് ബാങ്കുമായി ബന്ധപ്പെട്ട ആളോട് പറഞ്ഞത്, റിസർവ് ബാങ്കിൻ്റെയും നബാർഡിൻ്റെയും അനുമതി വാങ്ങിക്കൊണ്ട് ഈ പ്രദേശത്തെ കടം പൂർണ്ണമായും ഓരോ ബാങ്കും എഴുതിത്തള്ളണമെന്നാണ്. സർക്കാർ ആദ്യഘട്ട സഹായമായി 10,000 രൂപ നൽകിക്കഴിഞ്ഞു. ദുരന്ത പ്രദേശ വായ്പ ആകെ എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. മാതൃകാപരമായ നിലപാട് ബാങ്കുകൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. വായ്പാ അടവിന് അവധി നൽകലോ പലിശയിളവോ ഒന്നും പരിഹാരമാകില്ല എന്ന് പറയുന്നു. വായ്പകൾ ഒരു തരത്തിലും തിരിച്ചടയ്ക്കാനാവാത്ത പശ്ചാത്തലമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നടപടി ബാങ്ക് സ്വീകരിക്കണം, വായ്പകൾ പൂർണ്ണമായും എഴുതണം എന്ന ആവശ്യം ഉന്നയിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കൽപ്പറ്റയിലെ ഗ്രാമീൺ ബാങ്കിനെതിരെ ഈ വലിയ പ്രതിഷേധം സംഭവിക്കുന്നത് എന്നും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എസ് വിനേഷ് കുമാറും VV അരുണും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ് അല്പസമയത്തിനും തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകും എന്നാണ് കരുതേണ്ടത്. ഏതായാലും യുവജന സംഘടനകൾ ബാങ്ക് ഉപരോധിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരന്ത ബാധിതരിൽ നിന്ന് EMI ഈടാക്കിയതിനെ തുടർന്നാണ് ഇത്ര വലിയ പ്രതിഷേധത്തിന് കൽപ്പറ്റ സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ്. എത്ര പേരിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്? മിക്കവാറും ആളുകളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ ഈടാക്കി EMI പിടിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അത്തരമൊരു സംഭവം അവിടെ ഒരു കാരണവശാലും ഉണ്ടാകരുതായിരുന്നു. ഇനി ആവർത്തിക്കാനാകാവുന്ന ഒരു സംഭവം കൂടിയല്ല അത് എന്ന കാര്യവും വ്യക്തമാകേണ്ടതുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ബാങ്കുകൾ എത്തിയേ മതിയാവൂവെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നതിനിടയിലാണ് ഇത്തരമൊരു സംഭവം കൽപ്പറ്റ ഗ്രാമീൺ സഹകരണ ബാങ്കിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ പ്രതിഷേധക്കാർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അവരുടെ വാക്കുകളിലേക്ക്. DYFI അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നിലപാടിൽ പരിശോധിച്ചുകൊണ്ട് രാവിലെ 7 മണി മുതൽ DYFI ആരംഭിച്ച സമരമാണ്. 3 കവാടങ്ങൾ ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് DYFI നടത്തുന്നത്. സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ DYFI മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത്, ഈ ദുരിതബാധിതരോട് വെല്ലുവിളിച്ചുകൊണ്ട്, കേരളീയ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ ചെയ്തിട്ടുള്ള ഈ കിരാതമായ നടപടി അടിയന്തരമായി തിരുത്താൻ തയ്യാറാകണം. അതിന്റെ ഭാഗമായി നിലവിൽ പിടിച്ചെടുത്ത മുഴുവൻ തുകയും ക്രെഡിറ്റ് ചെയ്യണം. അവരുടെ അതാത് ആളുകളുടെ അക്കൗണ്ടിലേക്ക് നൽകാൻ വേണ്ടി തയ്യാറാകണം. അത് അക്കൗണ്ടിൽ കയറിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ DYFI സമരത്തിൽ പിൻവലിയുള്ളൂ. അതോടൊപ്പം തന്നെ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി ദുരിതബാധിതർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തനം കാഴ്ചെടുക്കുമ്പോൾ കേരളീയ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ നടത്തിയ ഈ നിലപാട് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായതുകൊണ്ട് തന്നെ അതിന് മാപ്പ് പറയാൻ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാവണം. ഈ 2 കാര്യവും DYFI മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ 2 കാര്യവും തന്നെയാണ് DYFI ഇപ്പോഴും വെക്കുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യം, അവര് പൂർണ്ണമായി അക്കൗണ്ടിലേക്ക് ഇട്ടു എന്നാണ്. അതിൽ ലിസ്റ്റ് ഇപ്പോൾ സീൽ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സീല് പിന്നെ വെച്ച് കിട്ടുന്ന സാധനം ആളുകളിൽ നിന്ന് വ്യക്തമായി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ആ സമരത്തിന് അവസാനിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അതാണ് അതുമായി ബന്ധപ്പെട്ടത് സൂചിപ്പിക്കുക. എസ് വിനേഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പ്രതിഷേധം ഇപ്പോൾ ഏത് തരത്തിലാണ്? വിനേഷ്, കേൾക്കാമോ? എന്താണ് ഇപ്പോൾ അവിടെ കൂടുതൽ സംഘടനകളും പ്രവർത്തനം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? രഞ്ജിത്ത്, ഇപ്പോൾ നമുക്ക് കാണാം DYFI പ്രവർത്തകർ ഇവിടെ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ DYFI പ്രവർത്തകരും
അതുപോലെ തന്നെ AYYF പ്രവർത്തകരും കേരള ഗ്രാമീൺ ബാങ്കിലേക്ക് ഇരച്ചു കയറിയിരുന്നു. തുടർന്ന് പോലീസ് എത്തിയാണ് ഇവരെ പിന്തിരിപ്പിച്ചത്. എന്തായാലും ബാങ്ക് ചെയ്തിരിക്കുന്നത് കടുത്ത അനീതിയാണ് എന്ന് യുവജന സംഘടനകൾ ആരോപിക്കുന്നു. അതായത് ദുരന്ത ബാധിതരുടെ അക്കൗണ്ടിലേക്ക് വന്ന സർക്കാരിന്റെ ധനസഹായത്തിൽ നിന്ന്, വളരെ തുച്ഛമായ ധനസഹായത്തിൽ നിന്ന് പോലും കൈയിട്ട് വാരുന്ന നിലപാട്, ബാങ്കിന്റെ നിലപാട് അംഗീകരിക്കില്ല. ബാങ്ക് ഇതിൽ മാറ്റം വരുത്തുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യുവജന സംഘടനകളുടെ തീരുമാനം. എന്തായാലും DYFI ആണ് ഇപ്പോൾ ഇവിടെ സജീവമായി സമരരംഗത്തുള്ളത്. AYYF ആയിരുന്നു ആദ്യം സമരം നടത്തിയിരുന്നത്. AYYF പ്രവർത്തകരും സ്ഥലത്തുണ്ട്. എന്തായാലും ഇതിൽ ബാങ്ക് ഒരു തീരുമാനം എടുക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് DYFIയുടെ തീരുമാനം. DYFI ജില്ലാ സെക്രട്ടറിയായ റഫീഖിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. രഞ്ജിത്ത്, സമരം അവിടെ തുടരുകയാണ്. നമുക്ക് ആ സമരം ചെയ്യുന്നവരോട് ഈ EMI ഈടാക്കപ്പെട്ട ആളുകൾ ആരെങ്കിലും അവിടെ ഉണ്ടോ? അവർ പങ്കെടുക്കുന്നുണ്ടോ വിനേഷ് ഈ സമരത്തിൽ? അവരോട് സംസാരിക്കാം. രഞ്ജിത്ത്, ഈ EMI ഈടാക്കപ്പെട്ടവരുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു വ്യക്തമല്ല. കാരണം ഇവിടെ ഇപ്പോൾ പ്രവർത്തകർ, DYFI പ്രവർത്തകരാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും ഉള്ള ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും DYFI ആണ് ഇപ്പോൾ സമരം ഏറ്റെടുത്ത് നടത്തുന്നത്. ഇരകൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും DYFI ജില്ലാ സെക്രട്ടറി റഫീഖിന്റെ നേതൃത്വത്തിൽ ആണ് രാവിലെ 10 മണിയോടുകൂടിയാണ് ഇവിടെ സമരം ആരംഭിച്ചത്. അതുപോലെ തന്നെ AYYF പ്രവർത്തകരും സമരവുമായി, AYYF പ്രവർത്തകർ ഇതിന്റെ പുറകിലുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള യുവജന സംഘടനകളും സമരവുമായി അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് മാർച്ച് നടത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ബാങ്കിനെ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് യുവജന സംഘടനകൾ മാറുന്നു. അതിന് വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തുണ്ട്. ഇതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിഷേധം കൂടി ഇവിടെ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ബാങ്കിനെ ഈ രീതിയിൽ ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന നിലപാടാണ് ബാങ്കിന്റെ കാര്യത്തിൽ, തർക്കമില്ല. എന്തായാലും ഈ ദുരന്തബാധിതരുടെ അക്കൗണ്ടിലേക്ക് വന്ന സർക്കാരിന്റെ ധനസഹായത്തിൽ നിന്ന് പോലും EMI ഈടാക്കുന്ന, പണം പിടിച്ചു പറിക്കുന്ന നിലപാടിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ കൽപ്പറ്റയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം AYYF പ്രവർത്തകരായിരുന്നു. AYYF പ്രവർത്തകരും ഉണ്ട്. ഇപ്പോൾ ഇതാ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഇവിടെ സമരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ടു മുകളിലാണ് ബാങ്ക്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇതിന് തൊട്ടു മുകളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതിന്റെ മുകളിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള പ്രതിഷേധം. നമുക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള കൊടി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ബാങ്കിന് താഴെയും മുകളിലുമായി ഇപ്പോൾ പ്രതിഷേധം, യുവജന സംഘടനകളുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. കൂടുതൽ യുവജന സംഘടനകൾ പ്രതിഷേധവുമായി ഇവിടെ എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രതിഷേധം അവിടെ തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴും കൂടുതൽ സംഘടനകൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു. വല്ലാത്ത തോതിലുള്ള ഒരു ചെയ്ത്ത് അത് സ്വാഭാവികമായി ഈ ദുരന്തബാധിതരോട് ബാങ്ക് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. ഇവർ ഒരു തരത്തിലും അത് വിട്ടുകൊടുക്കില്ല എന്നാണ് യുവജന സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എല്ലാ സംഘടനകളും ഒരുമിച്ച് ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ബാങ്കിനുള്ളിൽ കയറി അടക്കം ഉപരോധം, പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സംഘടനകൾ എന്നാണ് വ്യക്തമാകുന്നത്.
ഉരുൾപൊട്ടലിൽ സർവ്വവും നഷ്ടപ്പെട്ടവർക്ക് സർക്കാർ അടിയന്തര ധനസഹായമായി കഴിഞ്ഞ ദിവസമാണ് 10,000 രൂപ നൽകിയത്. ഈ 10,000 രൂപ ഇതിൽ ബാങ്കിന്റെ കുടിശ്ശികയിലേക്ക് EMI പിടിക്കുകയാണ് ചെയ്തത്. 1,500 മുതൽ 5,000 രൂപ വരെ കൽപ്പറ്റ ഗ്രാമീൺ ബാങ്ക് പിടിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ സമരത്തിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. ഇരുവിഭാഗവും നേർക്കുനേർ വരികയും ചെയ്തു. യൂത്ത് ലീഗ് പ്രവർത്തകരും എത്തി. യൂത്ത് ലീഗ് പ്രവർത്തകർ ബാങ്കിനുള്ളിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു. ഇപ്പോഴും വിനേഷ്, അവിടെ പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണോ? ബാങ്ക് അധികാരികൾ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? പുറത്തും ഒരുപോലെ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബാങ്കിന് പുറത്ത് DYFI പ്രവർത്തകരും AYF പ്രവർത്തകരുമാണെങ്കിൽ ബാങ്കിനകത്ത് യൂത്ത് ലീഗ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി ഉണ്ട്. സമരം മുദ്രാവാക്യം വിളികളോടുകൂടി ബാങ്കിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് എന്തായാലും കൽപ്പറ്റയിൽ നടക്കുന്നത്. നിലപാടിൽ മാറ്റം വരുത്തുന്നതുവരെ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ സംഘടനകളുടെ യുവജന സംഘടനകളുടെ എല്ലാം തീരുമാനം. വരും ദിവസങ്ങളിലും ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. അതായത് ബാങ്ക് തുടരുകയാണെങ്കിൽ, അതായത് ഈ ദുരന്തത്തിനിരയായ ആളുകളുടെ ധനസഹായത്തിൽ നിന്ന് EMI പിടിക്കുന്ന നിലപാട് അതിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് തന്നെ ഇവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ആദ്യം ഇവിടെ എത്തിയത് AYF പ്രവർത്തകരും DYFI പ്രവർത്തകരുമായിരുന്നു. അതിനുശേഷമാണ് തുടർന്ന് യൂത്ത് ലീഗ് പ്രവർത്തകരെത്തുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എത്തിത്തുടങ്ങിയിരിക്കുന്നു. എന്തായാലും സമരം വലിയ തോതിൽ തന്നെയുള്ള പ്രതിഷേധമാണ് കൽപ്പറ്റയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം 10 മണിയോടുകൂടിയാണ് പ്രതിഷേധം ആരംഭിച്ചത്. ബാങ്കിന്റെ സമയം ആരംഭിക്കുന്നത് 10 മണിക്കാണ്. പക്ഷേ ബാങ്ക് അധികൃതർ ഇതുവരെയും ഒരു നിലപാട് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. എങ്ങനെയാണ് ഈ EMIയിൽ നിന്ന് ഈ ദുരന്തത്തിനിരയായ ആളുകളെ ഈ ചൂരൽമലയിലെയും അതുപോലെ തന്നെ മുണ്ടക്കയിലെയും ആളുകളെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ ഇതുവരെയും ബാങ്ക് തയ്യാറായിട്ടില്ല. സംസ്ഥാന സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചതാണ്. ഒരു കാരണവശാലും മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന കാലയളവിൽ ഇത്തരത്തിൽ ഇവരുടെ ഗഡു ഈടാക്കാൻ പാടില്ലെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയ തുച്ഛമായ തുകയുടെ ധനസഹായം പോലും പിടിച്ചുപറിക്കുന്ന ഒരു നിലപാട് ഭാഗത്തുണ്ടായിരിക്കുന്നത്. നമുക്കിപ്പോൾ DYFIയുടെ ജില്ലാ സെക്രട്ടറിയായ റഫീഖ് ഇപ്പോൾ നമ്മോടൊപ്പം എന്തായാലും സമരം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അത് തീർച്ചയായും രാവിലെ 7 മണിക്കാണ് DYFI സമരം ആരംഭിക്കുന്നത്. അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നിലപാടാണ് ഗ്രാമീൺ ബാങ്ക് സ്വീകരിച്ചത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ദുരിതത്തെ നേരിടാൻ കൈമയും മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തൊരു രീതിയാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള പണത്തിൽ നിന്ന് 10,000 രൂപ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്താണ്. അതിനുൾപ്പെടെ ഇത് പിടിക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യരായി പിറന്ന ഒരാൾക്ക് ചേരുന്ന രീതിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിലുള്ളത്. DYFI രാവിലെ മുതൽ സമരം നടത്തുകയാണ്. ഞങ്ങളിത് ആവശ്യപ്പെടുന്നത് പണം തിരിച്ചു പിടിച്ചിട്ടുള്ള ധനസഹായം എത്ര രൂപയാണ് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്? 10,000 രൂപ വെച്ചപ്പോൾ കയറി കഴിഞ്ഞു. അതിൽ നിന്നാണ് ഇപ്പം രാജേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. 8 പശുക്കൾ, അദ്ദേഹം 8 പശുക്കളെ വാങ്ങുന്നതിന് വേണ്ടി ലോൺ എടുത്തതാണ്. അദ്ദേഹത്തിന് 8 പശുക്കളും ഈ ദുരിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹം അതിനു വേണ്ടി എടുത്ത ലോണാണ്. ആ ലോൺ അദ്ദേഹത്തിന് 10,000 രൂപ ഗവൺമെന്റ് ഫണ്ട് കയറിയപ്പോൾ 3,600 രൂപ ഇങ്ങോട്ട് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ആ രൂപത്തിലാണ് ഓരോരുത്തരുടെയും പണം 10,000-ൽ നിന്നും പിടിക്കുന്ന നിലയാണുള്ളത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അത് അടിയന്തരമായി തിരിച്ചു കൊടുക്കാൻ തയ്യാറാവണം. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കേരളീയ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ സ്വീകരിച്ച നിലപാടിൽ മാപ്പ് പറയാൻ വേണ്ടി ഇവർ തയ്യാറാവണം. പരസ്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ മാപ്പ് പറയണം. മറ്റ് ബാങ്കുകൾക്കുൾപ്പെടെ പാഠമാകുന്ന രൂപത്തിലേക്ക് ഇത് മാറേണ്ടതായിട്ടുണ്ട്. മൊറട്ടോറിയം പ്രഖ്യാപിച്ചതാണല്ലോ. ഈ മൊറട്ടോറിയം കാലയളവിലൊന്നും ഒരു കാരണവശാലും ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പൊ സംസ്ഥാന സർക്കാരിന് തന്നെ നടപടി സ്വീകരിച്ചൂടെ? എങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ മൊറട്ടോറിയം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് വളരെ മുഖ്യമന്ത്രി കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഇഷ്യൂ ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി ഇടപെടുകയും കലക്ടറെ ചുമതലപ്പെടുത്തുകയും കലക്ടർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ ആ നിലയിലുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശക്തമായി തന്നെ ഗവൺമെന്റ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ നിലയിലുള്ള നിലപാടുമായി ഗവൺമെന്റ് പോകുന്നു തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
എന്തായാലും യുവജന സംഘടനകളുടെ സമരം രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് റഫീഖ് പറയുന്നത്. അതായത് ബാങ്ക് സമയം തുടങ്ങുന്നതിന് മുമ്പ് 7 മണിയോട് തന്നെ തങ്ങൾ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് റഫീഖ് പറയുന്നത്. അതായത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവും, അതിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. കാരണം മൊറട്ടോറിയം പ്രഖ്യാപിച്ച ഒരു കാലയളവിൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ അതായത് ഈ ഒരു ദുരന്തബാധിതരുടെ അക്കൗണ്ടിൽ നിന്ന് പണം ഈടാക്കാൻ പാടില്ല, EMI ഈടാക്കാൻ പാടില്ല എന്നുണ്ട്. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പകൽക്കൊള്ള നടത്തുന്ന നിലപാട് ബാങ്കുകൾക്കുള്ളത്. DYFI ഇവിടെ പുറത്ത് സമരം ചെയ്യുന്നു, അകത്ത് യൂത്ത് ലീഗ് ഉണ്ട്, യൂത്ത് കോൺഗ്രസ് ഉണ്ട്, AYF ഉണ്ട്. അതായത് ബാങ്കിന്റെ അകത്തും പുറത്തും ബാങ്കിന്റെ അകത്തേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ച DYFI പ്രവർത്തകരെയും AYF പ്രവർത്തകരെയും പോലീസ് തടഞ്ഞിരുന്നു. അതിനുശേഷമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ സമരവുമായി എത്തിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സമരവുമായി എത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും ഈ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് ഈ ഗ്രാമീൺ ബാങ്ക് പ്രവർത്തിക്കുന്നത്. അവിടെ എല്ലാം തന്നെ പ്രതിഷേധത്തിന്റെ കൊടികൾ ഉയർത്തിക്കൊണ്ട് യുവജന സംഘടനകൾ ശരി. വിനേഷ് കുമാർ അവിടെ തുടരുന്നുണ്ട്. ഇപ്പോൾ VV അരുൺ കൂടി ഉണ്ട്. അരുൺ, മുഖ്യമന്ത്രി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ആവശ്യങ്ങൾ ബാങ്ക് മേധാവികളോട്, ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഉന്നയിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അതിലൊന്ന് വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളണം, സർക്കാരിൽ നിന്നും ആ പണം തിരിച്ചു പിടിക്കാൻ പാടില്ല എന്നീ 2 കാര്യങ്ങളാണ്. എന്തായിരുന്നു ഇവരുടെ മറുപടി? എന്തെങ്കിലും പോസിറ്റീവായ നിർദ്ദേശം അല്ലെങ്കിൽ മറുപടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായോ? എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതാനും ഇപ്പോൾ മുഖ്യമന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. മുഴുവൻ കടങ്ങളും ദുരിതബാധിത മേഖലകളിലെ മുഴുവൻ കടങ്ങളും എഴുതിത്തള്ളണമെന്ന ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ബാങ്കുകൾ ഇങ്ങനെ വായ്പകൾ തിരിച്ചടയ്ക്കാൻ സാഹചര്യം വരുമ്പോൾ ബാങ്കുകൾ വായ്പ എഴുതിത്തള്ളുമ്പോൾ അത് സർക്കാരാണ് അത് പണം അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ സർക്കാരാണ് പണം നൽകേണ്ടത്. അവിടെ ഇപ്പോൾ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി അടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അത്തരമൊരു തീരുമാനത്തിനും പോകാൻ കഴിയുന്നതുകൊണ്ട് ബാങ്കുകൾ തന്നെ ആ തീരുമാനവും നടപ്പാക്കണം. അതായത് ബാങ്കുകൾ തന്നെ ആ തുക നൽകണം. സർക്കാരാണ് റിസർവ് ബാങ്കിന്റെ നബാർഡിന്റെ അനുമതി വാങ്ങിക്കൊണ്ട് പ്രദേശത്തെ കടം പൂർണ്ണമായും ഓരോ ബാങ്കും എഴുതിത്തള്ളണം. ആ തുക ബാങ്കുകൾ എഴുതിത്തള്ളുന്ന തുക സർക്കാർ അടയ്ക്കണമെന്നാണ് ചട്ടം. പക്ഷേ അതും ഇത്തവണ SLBC തീരുമാനിച്ച് അതും ബാങ്കുകൾ തന്നെ സഹിക്കണം, ആ നഷ്ടം കൂടി സഹിക്കണം. ആ ആവശ്യമാണ് സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സർക്കാർ ആദ്യഘട്ട സഹായം 10,000 രൂപ നൽകിയിരുന്നു. ഈ വായ്പകൾ മൊത്തത്തിൽ എഴുതി തള്ളിയില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് അത് താങ്ങാനാകില്ല എന്നൊരു നിർദ്ദേശമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ബാങ്കുകൾ അതേപടി അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. SLBC യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ബാങ്കുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന അംഗങ്ങളായ ബാങ്കുകൾ അവരുടെ നിലപാടുകൾ അറിയിക്കും. സർക്കാർ നിർദ്ദേശം കൂടി ചർച്ച ചെയ്തുകൊണ്ടുള്ള ആ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാരിന്റെ ഈ ബാങ്ക് കടം പൂർണ്ണമായും എഴുതിത്തള്ളണം, ആ ബാധ്യത ബാങ്കുകൾ വഹിക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തിൽ ബാങ്കുകൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. 1 മണിയോടുകൂടി SLBCയുടെ തീരുമാനം ഇക്കാര്യത്തിൽ പുറത്തു വരാനാണ് സാധ്യത. ഏതായാലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തരമായി ഇത്തരം ഒരു പ്രത്യേക SLBC യോഗം വിളിച്ചു ചേർത്തത്. അതിൽ സർക്കാർ എല്ലാ കടങ്ങളും എഴുതിത്തള്ളണമെന്ന ആവശ്യമാണ് ബാങ്കുകൾക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും കടങ്ങൾ പൂർണ്ണമായും എഴുതിത്തള്ളണം എന്ന് ബാങ്കുകളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാർ. അതിനോടുള്ള മറുപടി എങ്ങനെ ആകുമെന്ന കാര്യത്തിൽ നമുക്കിനിയും കാത്തിരുന്ന് കാണേണ്ടി വരും. വിനേഷ് കുമാർ തുടരുന്നുണ്ട്. വിനേഷ്, എന്താണ് അവിടുത്തെ സാഹചര്യം? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും പ്രതിഷേധമാണോ? എന്തോ മൈക്കിനും പ്രശ്നമുണ്ട്. കൽപ്പറ്റ ഗ്രാമീൺ സഹകരണ ബാങ്കിന്റെ മുന്നിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുന്നത്. ഇത് എല്ലാ യുവജന സംഘടനകളും ഇവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ബാങ്കേഴ്സ് സമിതിയുടെ യോഗം ചേർന്നതും അതിൽ മുഖ്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതും ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ തീരുമാനം അല്പസമയത്തിനകം ഏതാണ്ട് 1 മണിയോടുകൂടിയെങ്കിലും ലഭ്യമാകുമെന്ന് കരുതാം. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതുതന്നെയാണ്.